കൊല്ലം നിലമേൽ തങ്കക്കല്ലിൽ LDF സ്ഥാനാർത്ഥി മന്ത്രി ജെ ചിഞ്ചുറാണിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്തുള്ള റോഡ് ഏകദേശം 6 കിലോമീറ്ററോളം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിൽ പരിഹാരം കാണാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. പ്രചാരണ പരിപാടികൾക്കിടെ സമരപന്തലിലേക്ക് മന്ത്രി എത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ മന്ത്രിയെ ചോദ്യം ചെയ്തത്. റോഡ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ വോട്ട് കൊടുക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഒരു മന്ത്രിക്ക് ഇതിലപ്പുറം പ്രതിഷേധം നേരിടാനുണ്ടോ? ഒരു റോഡ് കുറെ കാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്, അതും 6 കിലോമീറ്റർ. എന്താണ് പിന്നീട് അവിടെ നടന്നത്? ചടയമംഗലത്തെ LDF സ്ഥാനാർത്ഥിയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് പലയിടത്തും എത്തിയ മന്ത്രി തുടർന്ന് ഈ നിലമേൽ തങ്കക്കല്ലിൽ എത്തുകയായിരുന്നു. ഇവിടെ റോഡ് ഏകദേശം 6 കിലോമീറ്ററോളം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിനിടയിലേക്കാണ് മന്ത്രിയും കൂടെ എത്തിയത്. മന്ത്രി എത്തുന്നതോടുകൂടി തന്നെ അവിടെയുള്ള ജനങ്ങൾ ഈ മന്ത്രിക്കെതിരെ തിരിയുകയും ഈ കാര്യം അവിടെ ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ഇത്രയും കാലമായിട്ട് പോലും ആ റോഡ് നന്നാക്കാൻ അല്ലെങ്കിൽ റോഡിന്റെ നവീകരണ മറ്റ് പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണം തന്നെയാണ് ഉയർന്നത്. ഈ സമരപന്തലിലേക്ക് മന്ത്രി എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ ഈ സംഭവം പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ്. നാട്ടുകാരൊക്കെ തന്നെ ഏറെക്കാലമായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. പലതവണ ഇക്കാര്യം പറഞ്ഞിട്ട് പോലും മന്ത്രി തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഉയർന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷമാണ് ഈ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നത്. എന്തായാലും ഇത്തരത്തിൽ പലയിടങ്ങളിലേക്കും മന്ത്രി ജെ ചിഞ്ചുറാണി എത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ചടയമംഗലത്തെ പ്രതിനിധീകരിച്ച് ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രധാന ഉദാഹരണം, അതായത് ഈ നാട്ടിൽ വികസനം എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ പ്രധാന ഉദാഹരണം തന്നെയാണ് നാട്ടുകാർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു സമരവും തുടർന്നു വരികയാണ്. ഓക്കെ മനോജ്.